വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എഴുതിയതില്ലയോ സന്ദർഭങ്ങളെ കുറിച്ച് ഞങ്ങൾ അല്പം പറഞ്ഞു തരാമോ? ഞാൻ അങ്ങനെ എൻ്റെ ലേഖനങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ ലേഖനങ്ങൾ പിന്നെ കവിത എഴുതാറുണ്ട്, പിന്നെ കഥകളൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ആരെയും കാണിക്കത്തൊന്നുമില്ല, ഒളിച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ എൻ്റെ സ്വന്തം സ്വകാര്യതയിൽ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ ലേഖനം എഴുതുന്നെന്ന് പറഞ്ഞാല് നമുക്കിപ്പം പ്രത്യേകിച്ച് എൻ്റെ ലേഖനം എഴുതുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കോളേജിൽ ലേഖനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലേഖനം മനഃപൂർവ്വം എഴുതാറുണ്ട്, ബോധപൂർവം അത് എഴുതാറുണ്ട്. മാമിന്റെ അഭിപ്രായത്തില് കവിതകൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കഥ കഴിഞ്ഞ് കവിത. പിന്നെ ഞാൻ എഴുതുന്ന കവിത എന്ന് പറഞ്ഞാലേ കവിതയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എഴുതുന്ന കവിത തീരെ ചെറുതായിരിക്കും. അതൊരു 14 വരിയുടെ അപ്പുറമൊന്നും പോവില്ല. അപ്പൊ അങ്ങനെ തീരെ ചെറിയ കവിത എഴുതുന്നത്. പക്ഷെ വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ പേജുകൾ കണക്കിന് കവിത എഴുതാറുണ്ട്. എനിക്ക് ചെറിയ വരിയിൽ, ഞാൻ കുഞ്ഞിനു മാഷിട്ടാണൊന്നും അല്ല, ചെറിയ വരിയിൽ ഇങ്ങനെ ഒരാശയം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ കവിത എഴുതുന്നത്. ശുചിത്വം എന്ന് പറഞ്ഞാല് വൃത്തി, കുളിക്കുക, പല്ല് തേക്കുക, ഇത് മാത്രമല്ല വൃത്തി. നമ്മുടെ പരിസരം എല്ലാം നമ്മൾ വൃത്തിയാക്കിയിടണം. ഒരു വീട്ടിലെ എല്ലാ വേസ്റ്റും കൂടെ തൂത്തുവാരി നമ്മൾ അടുത്ത വീട്ടിലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. അങ്ങനൊന്നും ചെയ്തേക്കരുത് കേട്ടോ. അപ്പൊ വൃത്തിയൊക്കെ ശീലിക്കണം. ഞാൻ വലിയ കഥാകാരിയൊന്നും അല്ല അത് പറയാനായിട്ട്. എന്നാലും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കുറിച്ച് നമ്മൾ മിക്കവാറും കഥകളിലൊക്കെ വരുന്നത്, നമ്മൾ കാണുന്ന ആളുകൾ, നമ്മളോട് സംസാരിച്ചിട്ടുള്ള ആളുകൾ, നമ്മളുടെ ചുറ്റിനുള്ള പ്രകൃതി, ഇതൊക്കെയാണ് കഥയിൽ വരുന്നത്. സുപ്രിയ ആൻഡി ഇപ്പോ എവിടുന്നാണ് വായിച്ച് തുടങ്ങിയതെന്നാണ് എന്റെ ചോദ്യം. അതായത് ആൻഡിക്കിപ്പോ കുഞ്ഞുനാള് മുതലേ ഇങ്ങനെ വായനയോട് ഇഷ്ടമുണ്ടായിരുന്നോ? അതിനെ ആരാണ് ഇൻസ്പയർ ചെയ്തത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടേ വീട്ടില് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്? അപ്പൊ അതിനകത്ത് ലാസ്റ്റില് കുറെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറെ സംഭവങ്ങളുണ്ട്, ചെറിയ മിനി കഥകൾ പോലെയുള്ള. അപ്പൊ അതൊക്കെ വായിക്കുമായിരുന്നു. അമ്മ നോവൽസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും ഞാൻ അതെടുത്ത് വായിക്കുമായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വായനയൊക്കെ നിന്ന് പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങളെപ്പോലെ തന്നെ ഒരു നമ്മൾ ആരെങ്കിലും കോഴ്സ് ചെയ്താൽ നമ്മൾ വായിക്കത്തില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം വേണം. ഇപ്പൊ ലൈബ്രറി പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വായിക്കേണ്ടത്. അപ്പം അതുപോലെ ഞാൻ അന്ന് അങ്ങനെ മാതൃഭൂമിയായിരുന്നു ആദ്യം വായിച്ചത്. പിന്നെ പൂമ്പാറ്റ, ഈ ബാലരമ്മ പോലുള്ള, പൂമ്പാറ്റയിലൊക്കെയുള്ള കലൂലു, അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കോമിക് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതത്ര ദഹിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എഴുതണം. ഇപ്പം ഞാൻ എന്റെ കാര്യം പറയാം കേട്ടോ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കടുകട്ടി വാക്കുകളൊക്കെ എഴുതി വെച്ച് ആരെങ്കിലും വായിക്കുമോ എന്തെങ്കിലും? ഇല്ല. എനിക്കാണെങ്കിൽ നല്ല സിമ്പിൾ ലാംഗ്വേജ് വേണം വായിക്കാൻ. അതുപോലെ എന്തെങ്കിലും പറയാനാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വേണം. ചിലരുടെയൊക്കെ എഴുത്ത് നമ്മളിപ്പം നിരൂപണങ്ങളൊക്കെ ഇല്ലേ, നിരൂപണങ്ങളൊക്കെ ചിലപ്പോൾ നിരൂപണങ്ങൾ ക്രിറ്റിസിസം ഒന്നും ചിലപ്പോൾ വായിക്കാനേ പറ്റില്ല. അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി എഴുതി വെക്കും ചിലതൊക്കെ. അപ്പൊ അത് നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് ലാംഗ്വേജിലുള്ളതാണ് എഴുതേണ്ടത്. പറഞ്ഞല്ലോ മാമിന് ഇഷ്ടപ്പെട്ട നോവല് മഞ്ഞയാണ്. അപ്പൊ അതില് മാം എന്നും ഓർത്തിരിക്കുന്ന ഒരു വരി ഏതാ, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഏതാ? 2-3 സെന്റൻസ് ഉണ്ട്. വരും വരാതിരിക്കില്ല, അതിനകത്തൊരു ഡയലോഗാ. പിന്നെ അതുപോലെ പിന്നെ വെള്ളക്കടലാസിൽ തുള്ളി കളിക്കുന്ന വയലറ്റ് അക്ഷരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില, പിന്നെ ഉറഞ്ഞു കൂടുന്ന മഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറെ ലൈൻസ് ഉണ്ട്. മഞ്ഞിങ്ങനെ വരുന്നില്ലേ, മഞ്ഞ് കണ്ടിട്ടുണ്ടോ? ആകാശത്ത് ഇങ്ങനെ മഞ്ഞ് വരുന്നതൊക്കെ നല്ല കാണാൻ നല്ല രസമാണ്. അപ്പൊ അതൊക്കെ അതിനകത്ത് എനിക്ക് അതേപോലെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്.
മലയാള ഭാഷയിലെ നാടോടി കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും സ്വാധീനത്തെക്കുറിച്ച് മാം എന്താണ് ചിന്തിക്കുന്നത്? നാടോടി കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും സ്വാധീനത്തെക്കുറിച്ച് മാം എന്താണ് ചിന്തിക്കുന്നത്? ഐതിഹ്യങ്ങൾ നമ്മൾ ആ നാടോടി കഥകളിൽ മലയാള സാഹിത്യത്തിലല്ലേ വിധിക്കുന്ന ചോദ്യ. അപ്പൊ നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നമ്മളിപ്പം ചലച്ചിത്രങ്ങളും തിരക്കഥകളും ഒക്കെ എഴുതാറുണ്ട്. ഏതെങ്കിലും ഒരു മിത്ത് സ്വീകരിച്ചുകൊണ്ട് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? മോഹൻലാലിന്റെ ഒടിയൻ എന്നുള്ള സിനിമയില്ലേ, അതൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ മിത്തുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ MD ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ സംഭാഷണങ്ങളും അതുപോലെ വേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരെന്ത് ചെയ്യും, ആ സമയത്ത് അത് കാണും. ആ കണ്ടു തീർന്നു കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടില്ലേ, ആ സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ട് അവർ ലൈബ്രറികളിൽ കയറി പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് എല്ലാവരും ഇങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങി. അതോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടത്തില്ലേ? അപ്പൊ അറിവ് കിട്ടുമ്പോൾ നമുക്കിപ്പോ ഒരു വിവരവും ഇല്ല, ഒരു ബോധം ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങി എവിടെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് അറിവുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും? പുറത്തിറങ്ങി രണ്ട് പറയുമോ? ഇല്ല, നമ്മൾ പ്രതികരിക്കാനൊക്കെ തുടങ്ങും. ഞങ്ങൾ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ആത്മകഥകൾ കാണും, ലേഖനങ്ങൾ കാണും. പക്ഷെ മാമിന് എന്തെങ്കിലും ഒരു ആത്മകഥ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരു വലിയ ആത്മകഥ എഴുതാൻ പറ്റിയ ആളൊന്നുമില്ല. എന്റെ സ്വന്തം അനുഭവങ്ങളൊക്കെ എഴുതി വെക്കാൻ പറ്റും, പക്ഷെ വലിയൊരു ആളായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇങ്ങനെ തോന്നുമ്പം വേണമെങ്കിൽ എഴുതാം. ഇല്ല, അങ്ങനെ ആരും എന്നെ പ്രചോദിപ്പിച്ച് നമ്മൾ ഓരോരുത്തരെ വായിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന വെച്ച് എഴുതുക. അല്ലാതെ സ്കൂളിലൊക്കെ വെച്ചാണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് വർഷമായതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിന്റെയും പേരെന്ന് പറഞ്ഞുകൂടെ. എന്നാൽ ചില ടീച്ചേഴ്സ് മാത്സ് ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷെ മാത്സ് ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ മാത്സ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മൾ ടീച്ചേഴ്സിനോട് ഇഷ്ടം വരുമ്പോൾ പഠിക്കത്തില്ലേ, അവരെ കാണിക്കാനെങ്കിലും പഠിക്കും. അതാ ഒരു പുതിയ രചയിതാവിന് മേഡം എന്ത് പ്രധാന ഉപദേശം നൽകും? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കവിത വരികൾ വന്നാൽ ഞാൻ അന്നേരം എവിടെയെങ്കിലും എഴുതി വെക്കും. അപ്പം അത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു കവിത പോലെ ഇങ്ങനെ വരും. അത് ഭാവനയെ വെച്ച് ചേർത്ത് എഴുതും. ആ തീം ചിലപ്പം അന്നേരം എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ അതിനെ എപ്പോഴും മനസ്സിൽ കാണും. അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ എഴുതി വെക്കും. വലിയ കവിതയൊന്നുമല്ല, ഞാൻ ചെറിയതൊക്കെ എഴുതുന്നത്. അതൊന്നും ആരും ഫേസ്ബുക്കിലൊക്കെ ചെറുതൊക്കെ ഉണ്ട്. വർഷങ്ങളോടോ മാമിന് ആകർഷക തോന്നിയിട്ടുണ്ടോ? തീമുകളോടോ വർഷങ്ങളോടോ ആകർഷക തോന്നി? കവിത അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. സാഹിത്യമാണ്. കവിത ഇഷ്ടമാണ്. പിന്നെ കവിതയും കഥയും ഒരേപോലെ തന്നെ. ഇപ്പം വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിലോട്ട് നോക്കി നമ്മളെങ്ങനെ ഒരു കഥ എഴുതുന്നത്. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയത് ഇവിടെ കുറെ മരങ്ങൾ നിൽക്കുന്നത്. ആ മരത്തിലുണ്ടോന്ന് എനിക്ക് അറിയില്ല. മരത്തിലൊരു കാക്ക ഇരുന്ന് കൂടൊരുക്കുന്നു. കഥ ഇങ്ങനെ പോവാം. അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് നമ്മൾ ഭാവനയിലൂടെ അതിനെ കാണും. അല്ലെങ്കിൽ ഈ കുട്ടി കളിക്കുന്ന ആ ഇളം വെയിൽ വന്ന് തട്ടുന്നില്ലേ, ഒരു വെയിൽ, മഴ കഴിഞ്ഞിട്ടുള്ള വെയിലല്ലേ, ആ വെയിൽ തട്ടുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കഥയങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പിന്നെ കവിതയാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നതൊക്കെ കവിതകളാണ്. വായു വേണ്ടേ, ശ്വാസം വേണം നമുക്ക്. അപ്പം ശ്വാസം പോലെ തന്നെ പ്രധാനമാണ് നമുക്ക് വിശ്വാസം. ഒരാളിനോടുള്ള വിശ്വാസം. കൂടെ ഇരിക്കുന്നവൻ എന്നെ ഇന്ന് ശരിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ എപ്പോഴും അടുത്തിരിക്കുന്നവന് വിശ്വാസം വേണം. ഇയാൾ ഒന്നും ചെയ്യത്തില്ലെന്ന് തോന്നൽ നമ്മുടെ അടുത്ത് വേണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുവോ? നമുക്ക് പേടിയായിരിക്കും എപ്പോഴും. അപ്പൊ നമുക്ക് വിശ്വാസം വേണം. ഈ വിശ്വാസം പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം ആത്മവിശ്വാസം. നമ്മളിൽ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം. എന്നെ കൊണ്ട് അത് പറ്റും എന്നുള്ള ഒരു വിശ്വാസം. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എടുത്തടിച്ച് എന്തെങ്കിലും പറഞ്ഞത് ഇരിക്കുന്നുണ്ടെങ്കിലും പറയും, പച്ചക്കെ പറയുമായിരിക്കും ടീച്ചറിനെ, പക്ഷെ നേരിട്ട് പറയില്ല. അപ്പം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ പുസ്തകം വായിക്കുന്ന ജയിലിലാണെന്ന് പറയുന്നു. നിങ്ങൾ വായിച്ചായിരുന്നോ? ജയിലിലുള്ളവരെ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് ജയിലിലുള്ളവർ പുസ്തകം വായിക്കുന്നത്? അവർ ഒറ്റപ്പെട്ട അവസ്ഥയില്ല. ജയിലിലാണെങ്കിൽ ഒരു ഫ്രീഡം ഇല്ല. നിങ്ങൾക്ക് തോന്നും ജയിൽ വലിയ സുഖമാണ്. ജയിൽ അങ്ങനെയൊന്നും അല്ല. ജയിൽ തന്നെയാണ്.
അപ്പോൾ അവിടെ കുറെ ജോലിയൊക്കെ ചെയ്യും. പിന്നെ ബാക്കി സമയം എല്ലാം അവരൊരു വല്ലാത്ത ഏകാഗ്രതയില്ല. നിങ്ങൾ പോലൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ ഇരിക്കുവോ? അതുപോലെ തന്നെ ജയില്. അപ്പം ജയിലിനകത്ത് അവർക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കൊണ്ടുകൊടുക്കും. അപ്പൊ അവര് പുസ്തകം എല്ലാം ഇങ്ങനെ വായിക്കും. ഈ ഉടനെ വീഴത്തില്ലേ, നീ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നിനക്ക് അപകടം പറ്റും, അതുകൊണ്ട് വേഗം പറഞ്ഞ് എവിടെയെങ്കിലും പോയിരിക്കാം. അപ്പൊ ഈ പക്ഷി എന്ത് പറഞ്ഞേ, അത് കുഴപ്പമില്ല, എനിക്ക് എന്നെ വിശ്വാസമുണ്ട്, എൻ്റെ ചിറകിന് വിശ്വാസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടുന്നത് എന്താണ്? ആത്മവിശ്വാസം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വന്നേ കേട്ടോ. നമുക്ക് ഏറ്റവും ആവശ്യം എന്താ വേണ്ടത്? ആത്മവിശ്വാസം. എന്നെ കൊണ്ട് പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഫസ്റ്റ് പരീക്ഷയ്ക്ക് 0 കിട്ടിയെങ്കിൽ സെക്കൻഡ് പരീക്ഷയ്ക്ക് എത്ര മേടിക്കും? അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് പരീക്ഷയ്ക്ക് എത്ര മേടിക്കും? 1 മാർക്ക് മേടിക്കും, പിന്നെ 2 മാർക്ക് മേടിക്കും. അങ്ങനെ നമുക്ക് ഫുൾ മേടിക്കാൻ പറ്റും. അപ്പൊ എന്താ വേണ്ടുന്നത്? ആത്മവിശ്വാസം. ബോയ്സ് പറഞ്ഞേ, ഒന്ന് വാ തുറന്നേ. ഇമോജി ചൂണ്ടുവരലിന്റെ പ്രയോഗം മാത്രമേ ഉള്ളൂ ഇപ്പൊ. ഉറക്കെ പറഞ്ഞേ, ആത്മവിശ്വാസം വേണം. അപ്പൊ ഈ പ്രാവശ്യത്തെ വായനാ ദിനത്തിൽ നിങ്ങൾ എന്താ പഠിച്ചേ? ഒരു പാഠം എല്ലാവർക്കും എന്ത് വേണം? ആത്മവിശ്വാസം വേണം. എന്നാൽ മാത്രമേ വിജയങ്ങൾ കീഴടക്കാൻ പറ്റൂ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ 12th കുട്ടികൾക്കൊക്കെ നല്ല വിജയാശംസകളും 10th-ലായവരുണ്ടോ? ഇല്ല, അവര് അടുത്ത വർഷം. ഇപ്പൊ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ ലളിതമായി എല്ലാം സ്വന്തം മക്കളെ പോലെ അല്ലെ, മകളെ കൂടാതെ തന്നെ മറ്റുള്ളവരുടെ പേരറിയാവുന്നവരെ ടീച്ചർ വിളിച്ചു അല്ലേ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പേരറിഞ്ഞുകൂടാത്തോണ്ടാണ്. വളരെ സന്തോഷത്തോടുകൂടി വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് അല്ലെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ച് ടീച്ചർ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു. എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്നാണ്? ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, വിനയം, ആത്മവിശ്വാസം, ശുചിത്വം, അങ്ങനെ എന്തെല്ലാം വേണമോ ഇതെല്ലാം വളരെ അവശ്യ ഘടകങ്ങൾ തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിലുടനീളം ഈ വാക്കുകളെ മറക്കാതെ അതിനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ ചുമ്മാതെ പിടിച്ച് ഇവിടെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ എന്നോ അങ്ങനൊന്നും തെറ്റിദ്ധരിയല്ലേ. വായന വാരം അല്ലെ വായന ദിനാഘോഷം, വായന മാസാഘോഷം അങ്ങനൊന്നുമില്ല. വായന എന്നും മനുഷ്യനെ വളർത്തും. വായിക്കുന്നവന് മാത്രമേ ആത്മവിശ്വാസം ഉണ്ടാവൂ. വായന ഒരു വ്യക്തിയെ വായിക്കുന്നതാകാം, പ്രകൃതിയെ വായിക്കുന്നതാകാം, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതാകാം, എല്ലാം വായനയാണ്. ഇപ്പോഴത്തെ പുതിയ ഈ റീഡിങ് ഉൾപ്പെടെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരെ ഉൾപ്പെടെ വായിക്കും നിങ്ങൾ ഇല്ലേ. അമ്മയെ വായിക്കും, അച്ഛനെ വായിക്കും, എല്ലാവരെയും നിങ്ങൾ വായിക്കും. അപ്പൊ നിങ്ങൾ വായനയിലൂടെ വളരാൻ ശ്രമിക്കണം. നമുക്ക് പണ്ട് പറയും, ഒരു ഭിക്ഷക്കാരിൽ നിന്നും നമുക്ക് കുറച്ച് പഠിക്കാൻ കാണും. ആരെയും മോശക്കാരായിട്ട് കാണരുത്. ഇപ്പൊ ഈ ടീച്ചർ ഇപ്പൊ ഇവിടുത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞു. കിളി വന്നിരുന്നതും കൂട് കൂട്ടുന്നതും ഈ പച്ചപ്പും ഇവിടെ പറക്കുന്ന തുമ്പികളും അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടാതെ ആ ഉറുമ്പുകൾ വരിവെച്ച് പോകുന്നത്, ആ ഉറുമ്പിന്റെ വരിവെച്ച് പോകുന്നതിലൂടെ ആ കൂട്ടായ്മ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഇല്ലാത്ത കാലത്തേക്ക് അവർ കരുതി വെക്കുന്നത്. അപ്പൊ അവരത് ചെയ്യാനായിട്ട് നടത്തുന്ന ആ ആത്മാർത്ഥത, ആ കൃത്യനിഷ്ഠ, ആ അച്ചടക്കം എല്ലാം അവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഓരോ പക്ഷികളും മൃഗങ്ങളും ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന പാഠങ്ങൾ. പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല, ഏറ്റവും വലിയ പാഠപുസ്തകം. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെയും നമ്മൾ അത് ഫലവത്തായിട്ട് ഉപയോഗിക്കാനും ശ്രദ്ധയോടെ മനസ്സിലാക്കാനും നാളത്തേക്ക് അതിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുമെന്ന് ഈ ഓരോ അവസരങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വളരെ വലിയ അവസരങ്ങളാണ് ഈ വിദ്യാലയം. ഇതൊക്കെ